ഇറാനെ അമേരിക്കയും ഇസ്രയേലും ആക്രമിച്ചതിനെക്കുറിച്ചുള്ള മോദിയുടെ ആദ്യത്തെ പ്രതികരണം എന്തായിരുന്നു? ഇസ്രയേലും അമേരിക്കയും ഇറാനെ ആക്രമിക്കുകയും ഇറാന്റെ സുപ്രീം ലീഡർ ഖമേനിയെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ട് മോദിയുടെ നാവിൽ നിന്ന് ഒന്നും വരാത്തതിനാൽ പ്രതിപക്ഷം തുടർച്ചയായി ആവശ്യപ്പെടുകയായിരുന്നു ഇതിനെക്കുറിച്ചുള്ള മോദിയുടെ പ്രതികരണം വ്യക്തമാക്കണം എന്ന് പറഞ്ഞ്. വിശ്വഗുരുവാണ് എന്ന് സ്വയം നടിക്കുന്ന പ്രഖ്യാപിച്ച മോദി ഇതിനെക്കുറിച്ച് 24 മണിക്കൂറിന് ശേഷവും ഒന്നും പ്രതികരിച്ചില്ല. മോദിയുടെ ഇതിനെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രതികരണം എന്താണ് എന്ന് രാജ്യത്തെ ജനങ്ങൾ വ്യക്തമായി അറിയേണ്ടതാണ്. ഒരു രാജ്യത്തിന്റെ തലവൻ, അത് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന വിശ്വഗുരു, ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി, ലോകത്ത് ഇത്രയും വലിയ ഒരു സംഭവം നടക്കുമ്പോൾ തീർച്ചയായും ഉടനെ തന്നെ പ്രതികരിക്കേണ്ടതാണല്ലോ. ഈ കാര്യങ്ങൾ നമുക്ക് വളരെ വിശദമായി അവലോകനം ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നരേന്ദ്രമോദി ഇസ്രയേലിൽ പോയി നെതന്യാഹുവിന് മുൻപിൽ ഡാൻസ് കളിച്ച് രാജ്യത്തെ അടിയറവ് വെച്ച് കൃത്യം 2 ദിവസങ്ങൾക്ക് ശേഷമാണ് ഇസ്രയേൽ അമേരിക്കയോട് ചേർന്ന് ഇറാന് മേൽ ആക്രമണം അഴിച്ചുവിടുന്നത്. ലോകത്തിൽ ഇതുവരെ സംഭവിക്കാത്ത തരത്തിലുള്ള ഒരു കാര്യമാണ് ഇത് എന്ന് ഓർക്കണം. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഔദ്യോഗിക വിസിറ്റിനായി മറ്റൊരു രാജ്യത്ത് പോയി കൃത്യം 2 ദിവസത്തിന് ശേഷം ആ രാജ്യം മറ്റൊരു രാജ്യത്തിനു മേൽ യുദ്ധം അഴിച്ചുവിടുക. ഇത് അപ്രതീക്ഷിതമായി പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ട യുദ്ധമല്ല, മറിച്ച് എന്നാണ് ഇറാന് മേൽ ആക്രമണം അഴിച്ചുവിടുക എന്ന് കൃത്യമായി തീരുമാനമെടുത്തു കഴിഞ്ഞ ശേഷമാണ് മോദിയെ ഇസ്രയേൽ സന്ദർശനത്തിനായി നെതന്യാഹു ക്ഷണിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ വെറും ഉണ്ണാക്കന്മാരാക്കി മാറ്റിയിരിക്കുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു എന്ന് സംശയ ലവലേശമെന്നേ പറയാം. സത്യത്തിൽ ഉണ്ണാക്കനാക്കിയത് മോദിയെ ആണെങ്കിലും മോദി പ്രതിനിധീകരിക്കുന്നത് ഇന്ത്യയാണെന്ന നാണംകെട്ട കാരണത്താൽ രാജ്യത്തെ മൊത്തമാണ് നെതന്യാഹു ഉണ്ണാക്കന്മാരാക്കി മാറ്റിയിരിക്കുന്നത്. ഈ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള മോദിയുടെ ആദ്യത്തെ പ്രതികരണം അറിയുന്നതിന് മുൻപ് ഇതേക്കുറിച്ച് കോൺഗ്രസ് വക്താവ് ജയറാം രമേശ് വ്യക്തമാക്കിയ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ്. മോദിയും അവരുടെ കൂട്ടാളികളും എത്ര വലിയ ഷോ നടത്തിയാലും വസ്തുത എന്താണെന്ന് വെച്ചാൽ സ്വയം പ്രഖ്യാപിത വിശ്വഗുരുവിന്റെ കീഴിലുള്ള ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ വസ്തുത പൂർണ്ണമായി എക്സ്പോസ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥിരമായി പാകിസ്ഥാനുമായുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കുകയും വീണ്ടും പഹൽഗാമിലെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് കാരണക്കാരായ ഇവരെ പുകഴ്ത്തുകയും ചെയ്യുകയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനുമായി നടക്കുന്ന പോരാട്ടത്തിൽ അമേരിക്ക വ്യക്തമായി പാകിസ്ഥാനെ പിന്തുണച്ചു. ഇതുവരെയുള്ള കണക്കനുസരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് 100 പ്രാവശ്യത്തിലധികമാണ് പറഞ്ഞത് താരിഫ് ഏർപ്പെടുത്തും എന്ന ഭീഷണിപ്പെടുത്തിയാണ് മെയ് 10, 2025 ഓപ്പറേഷൻ സിന്ദൂർ നിർത്തലാക്കിയത് എന്ന്. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദത്തോട് മോദി പരിപൂർണമായി നിശബ്ദത പാലിക്കുകയാണ് ചെയ്തത്. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തലാക്കി എന്നുള്ള ആദ്യത്തെ പ്രഖ്യാപനം നടത്തിയത് അമേരിക്കയുടെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ ആണ്. മെയ് 10, 2025 5:37 PM. 2026 ഫെബ്രുവരി 2 ട്രംപ് പ്രഖ്യാപിച്ചു മോദിയുടെ അഭ്യർത്ഥന പ്രകാരം ഇന്ത്യയും അമേരിക്കയുമായുള്ള ട്രേഡ് ഡീൽ ഫൈനലൈസ് ചെയ്യുകയും അത് ഉടനടി നടപ്പിലാക്കുകയും ചെയ്യും എന്ന്. 18 ദിവസങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ സുപ്രീം കോടതി ഈ ട്രേഡ് ഡീലിന് ആധാരമായുള്ള ട്രംപിന്റെ താരിഫ് ഏർപ്പെടുത്താനുള്ള സ്ട്രാറ്റജി നിയമവിരുദ്ധമാണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും പ്രഖ്യാപിച്ചു. ഇത്തരം ഒരു വിധി വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതായിരുന്നു. പക്ഷേ അതിനു മുൻപ് ഇന്ത്യക്ക് ദോഷകരമായ ഈ ട്രേഡ് ഡീൽ അനൗൺസ് ചെയ്യാൻ മോദി ട്രംപിനെ പ്രേരിപ്പിച്ചു. ഈ ട്രേഡ് ഡീൽ വൺ സൈഡഡ് ആണ് എന്ന് ഏതാണ്ട് എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഇതുവഴി ഇന്ത്യയുടെ കാർഷിക രംഗം അമേരിക്കയ്ക്ക് തുറന്നു കൊടുക്കുകയും അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി കുത്തനെ വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്ന് ധാരണയായെങ്കിലും ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി ഉയർത്തുന്നതിനെക്കുറിച്ച് ഇതിൽ ഒന്നും പറഞ്ഞിട്ടില്ല. അതുപോലെ അമേരിക്ക തുടർച്ചയായി പറഞ്ഞു ഇന്ത്യ റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങുന്നത് നിർത്തലാക്കും എന്ന്. എന്നാൽ മോദി ഗവൺമെന്റ് ഇതിനെക്കുറിച്ച് വ്യക്തമായ യാതൊരു വിശദീകരണവും നൽകിയില്ല. 2026 ഫെബ്രുവരി 25, 26 തീയതികളിൽ മോദി ഇസ്രയേൽ സന്ദർശിച്ചു. ഈ സമയത്ത് ലോകത്തിന് മൊത്തം അറിയാമായിരുന്നു അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ഇറാന് മേൽ ഉടനടി ആക്രമണം നടത്തുമെന്ന്. മോദി തിരിച്ചുവന്ന് കൃത്യം 2 ദിവസത്തിന് ശേഷം ഈ ആക്രമണം തുടങ്ങി. ഇസ്രായേൽ പാർലമെന്റിലുള്ള മോദിയുടെ പ്രസംഗം ധാർമ്മിക ഭീരുത്വത്തിന്റെ
നാണംകെട്ട പ്രകടനം ആയിരുന്നു. ഇറാന് മേൽ അടിച്ചേൽപ്പിച്ച ഈ യുദ്ധത്തെക്കുറിച്ചുള്ള മോദി ഗവൺമെന്റിന്റെ പ്രതികരണം ഇന്ത്യയുടെ മൂല്യങ്ങളെയും തത്വങ്ങളെയും ആശങ്കകളെയും താൽപ്പര്യങ്ങളെയും വഞ്ചിക്കുന്നതായിരുന്നു. 2020 ജൂൺ 19 മോദി പരസ്യമായി ചൈനയ്ക്ക് ക്ലീൻ ചിറ്റ് നൽകി. നമ്മുടെ ധീരരായ 20 സൈനികർ ലഡാക്ക് ബോർഡറിൽ വീരചരമം പ്രാപിച്ച സമയത്തായിരുന്നു ഞെട്ടിപ്പിക്കുന്ന ഈ പ്രസ്താവന വന്നത്. ഇത് നമ്മുടെ വിലപേശാനുള്ള ശക്തിയെ കാര്യമായി ബാധിക്കുകയും ഇപ്പോൾ നമ്മൾ ചൈനയുടെ ഇംഗിതത്തിനനുസരിച്ച് ബന്ധം തുടർന്നുകൊണ്ടുപോകാൻ നിർബന്ധിതരായിരിക്കുകയുമാണ്. നമ്മുടെ രാജ്യം മോദിയുടെ വിഡ്ഢിത്തമായ വിദേശ നയത്തിന് വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ്. ഈ പറഞ്ഞ 6 പോയിന്റുകളും വളരെ കൃത്യമാണ് എന്ന് വിവേകമുള്ള എല്ലാവർക്കും മനസ്സിലാകും. അതുപോലെ ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മോദി ഓർക്കേണ്ട വളരെ സിമ്പിളായ കാര്യം, വളരെയേറെ ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. വളരെയേറെ ആളുകൾ ഈ യുദ്ധത്തിന്റെ കാരണത്താൽ എയർപോർട്ടിലും മറ്റുമായി കുടുങ്ങിക്കിടക്കുകയുമാണ്. ഇന്ത്യയിലെ ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഗൾഫ് മേഖലകളിൽ നിന്നുള്ള എയർലൈനുകളെയാണ്. അബുദാബി, ദുബായ്, ഖത്തർ എന്നിവിടങ്ങളിലെ എയർപോർട്ടുകളിൽ നിന്നുള്ള ഏതാണ്ട് എല്ലാ വിമാന സർവീസുകളും നിർത്തലാക്കിയിരിക്കുകയാണ്. രാജ്യത്തെ നേരിട്ട് ബാധിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്ത്യയിലേക്ക് വരുന്ന എണ്ണയുടെയും ഗ്യാസിന്റെയും ബഹുഭൂരിപക്ഷവും ഹോർമൂസ് കടലിടനാഴിയിലൂടെയാണ് വരുന്നത്. അത് ഇറാൻ പൂർണ്ണമായി അടച്ചിരിക്കുകയാണ്. നാട്ടിൽ എണ്ണയ്ക്കും ഗ്യാസിനും വലിയ ക്ഷാമവും വിലവർധനവും ഇതുവഴി ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ യുദ്ധം നീണ്ടുപോയാൽ ഇന്ത്യയുടെ സാമ്പത്തിക നട്ടെല്ലിന് വലിയ ആഘാതം തന്നെ ഏൽപ്പിക്കും. ഇത്തരമൊരു വലിയ സാഹചര്യത്തിലും മോദി എന്താണ് ചെയ്യുന്നത് എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലെയും പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരും ഉടനെ തന്നെ ജനങ്ങളുടെ മുൻപിൽ വന്ന് വലിയ പ്രസ്താവനകൾ ഇറക്കിയ സമയത്ത് ലോകഗുരു എന്തെങ്കിലും പറയാൻ ലോകത്തിലെ നേതാക്കളും ലോകഗുരുവിന്റെ പ്രജകളും കാത്തിരിക്കുകയായിരിക്കുമല്ലോ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ 100 മില്യൺ എക്സ് ഫോളോവേഴ്സ് ഉള്ള ലോകഗുരു നോൺ ബയോളജിക്കൽ മോദി ചെയ്തത് ഇതാണ്. സാനന്ദിൽ വലിയ ചൂടുള്ള ഉച്ച കഴിഞ്ഞ സമയത്ത് ഞാൻ നടത്തിയ റോഡ് ഷോയ്ക്ക് ലഭിച്ച പ്രതികരണം കാണിക്കുന്നത് വികസനത്തിന്റെ മുന്നേറ്റം ജനങ്ങൾ എത്രമാത്രം വിലമതിക്കുന്നു എന്നുള്ളതാണ് എന്ന് പറഞ്ഞ് തന്റെ നാണംകെട്ട വിഡ്ഢിനാടകം മോദിക്ക് മേൽ ജനങ്ങൾ പൂവാരിയെറിയുന്നതിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. വണ്ടിയുടെ സൈഡിലേക്ക് ഇറങ്ങി നിന്ന് കണ്ടാലറയ്ക്കുന്ന ഊളം ചിരിയുമായി കൈവീശി 500ഉം 1000ഉം കൊടുത്ത് കൊണ്ടുവന്ന ആളുകൾ തൻ്റെ മേൽ പൂവെറിയുന്നത് പങ്കുവച്ച് ഞാൻ എത്ര മഹാനാണ് എന്ന് കാണിക്കുന്നു. തീർച്ചയായും മോദിയുടെ തലച്ചോറില്ലാത്ത മന്ദഭക്തർക്ക് ഇത് ആവശ്യത്തിൽ അധികമാണ്. ആരെങ്കിലും ഇതിൽ അല്പം തലച്ചോറുള്ളവർ ഉണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കണം. ലോകത്തിൽ ഇത്ര വലിയ ഒരു സംഭവം, അതും ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്ന സംഭവം, ഇന്ത്യയുടെ അടുത്ത സുഹൃത്തായ ഇറാനെ അമേരിക്കയും ഇസ്രയേലും ചേർന്ന് ആക്രമിക്കുന്ന സംഭവം നടന്നപ്പോൾ ആളുകൾ കണ്ടോ ആവേശത്തോടെ എൻ്റെ തലയിൽ പൂവാരി എറിയുന്നത് എന്ന് പറഞ്ഞ് വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് ലോകോത്തര ഗുരു ചെയ്തത്. എങ്ങനെ ഇതിന് സാധിക്കുന്നു എന്ന് ഒരു തരത്തിലും മനസ്സിലാവുന്നില്ല. ഇന്ത്യയുടെ എന്നത്തെയും സുഹൃത്തായിരുന്നു ഇറാൻ. അമേരിക്ക അടുത്ത കാലത്തെല്ലാം മോദിക്ക് 8ന്റെ പണിയാണ് കൊടുക്കുന്നത്. സ്ഥിരമായി പറയുകയാണ് ഓപ്പറേഷൻ സിന്ദൂർ മോദിയെ ഭീഷണിപ്പെടുത്തിയാണ് നടപ്പിലാക്കിയത് എന്ന്. ഇസ്രയേൽ മോദിയെ അവിടെ കൊണ്ടുപോയി പൊട്ടം കളിപ്പിച്ച കാര്യം ലോകത്തിലുള്ള ആളുകൾ പറഞ്ഞു ചിരിക്കുന്നു. എന്നാൽ ഇന്ത്യയെ നേരിട്ട് ബാധിക്കുന്ന ഈ കാര്യത്തിൽ മോദിയുടെ ആദ്യ പ്രതികരണം ഇതാണ് എന്നോർക്കുമ്പോൾ മന്ദഭക്തർക്ക് എങ്ങനെ തലയുയർത്തി നടക്കാനാവും? നാണവും മാനവും തോന്നണമെങ്കിൽ തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടയല്ലേ? ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്?